ശരി, ശ്രീജിത്ത് പണിക്കർ, ഒരു തിരിച്ചടിയാണോ ജി സുധാകരന് സ്വതന്ത്രനായിട്ട് മത്സരിക്കുവാനുള്ള തീരുമാനം പാർട്ടി ബന്ധം വിട്ട്? അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പോകാനായിട്ട് നിരവധി കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ മെറിറ്റ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തന്നെ മന്ത്രിയാക്കണമെന്നോ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നോ ഒന്നുമല്ല. ഇവിടെ പറയുന്നത് എന്താ, പാർട്ടി ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു, എന്നിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ അധികാര കൊതിയാണ് എന്നൊക്കെയാണ്. ഏതൊരു ഘട്ടത്തിലാണ് അദ്ദേഹം ബ്രാഞ്ചിലേക്ക് മാറിയത് എന്നും സംസ്ഥാന സമിതിയിൽ നിന്ന് അദ്ദേഹം മാറുന്നതിനുള്ള തീരുമാനം എങ്ങനെയാണ് വന്നത്, ഈ കാര്യത്തിനെക്കുറിച്ചെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കഴിഞ്ഞ 5 വർഷം പാർട്ടിയുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല. അതെല്ലാം ആയതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു അധികാര കൊതി വന്നു എന്ന രീതിയിലേക്ക് പറയുമ്പോൾ ഇവിടെ ശ്രീ ജി സുധാകരൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പകരം എന്താ ചെയ്യുക, അദ്ദേഹത്തിനെ വളരെ കൃത്യമായിട്ട് സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നതിന് ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ശ്രീ നസീർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. 63 വർഷം പാർട്ടിയുടെ നെടുന്തൂണായിട്ട് നിന്ന് പ്രവർത്തിച്ച, അല്പം മുമ്പ് നമ്മുടെ ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ അഴിമതിരഹിതനായിട്ടുള്ള ഒരു മന്ത്രി എന്ന ഇമേജ് പ്രതിപക്ഷത്തിനെ പോലും, അവരെ കൊണ്ട് പോലും അത് പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നേതാവിനെ കുറിച്ച് രോമം പോകുന്നത് പോലെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഇതാണ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പിന്തുണയെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കുന്നത്? 63 വർഷം വെള്ളം കോരിയതിനു ശേഷം അദ്ദേഹം രോമം പോകുന്നത് പോലെ ഞങ്ങൾക്കുള്ളൂ എന്ന് ശ്രീ നസീർ ഈ ചർച്ചയിൽ ഇരുന്ന് പറയുകയാണ്. അത് CPM-ന്റെ ഒരു പൊതു നിലപാടാണല്ലോ ശ്രീജിത്ത് പണിക്കർ. ആര് പോയാലും CPM-ന്റെ പ്രതികരണം ഈ രീതിയിലാണ്, എത്ര വലിയ നേതാവായാലും. പോയി കഴിഞ്ഞെങ്കിലേ ഉള്ളൂ ശ്രീത്തെ, പോയി കഴിഞ്ഞെങ്കിലേ ഉള്ളൂ. അതെ, ശ്രീ ജോസഫ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പിന്നെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ആ രോമം പോവാതിരിക്കുന്നതിന് വേണ്ടി ഇന്നലെ രാത്രി വരെ നോക്കിയതാണ്. ഇന്നലെ രാത്രി വരെ ഈ രോമം കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ഇപ്പൊ അതിൽ ഇക്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രീ നസീർ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ശ്രീമതി ഗൗരിയമ്മയുടെ ആ പ്രസ്താവനയാണ്. അതായത്, എനിക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലാത്തി പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നോക്കൂ. അവർ പോയിട്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് ഉണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഗൗരിയമ്മയുടെ പാർട്ടിക്ക് ഏതാണ്ട് 4 MLA-മാർ വരെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കാൻ പാടില്ല. അതൊരു ചെറിയ കാര്യമല്ല. ആർക്കെതിരെയാണ് അവർ സ്ട്രഗിൾ ചെയ്തിരുന്നത്, എങ്ങനെയാണ് അവർ വന്നത്, ഈ കാര്യത്തിനെക്കുറിച്ചൊക്കെ അവർ പോയി കഴിയുമ്പോഴത്തേക്ക് വലിയ സ്റ്റെല്ലാർ നേതാക്കന്മാരെയൊക്കെ തന്നെ ഞങ്ങൾക്ക് രോമതുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെ മറ്റേതൊരു നേതാവിനെ പറ്റി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പറയുകയുള്ളൂ. ഇപ്പോൾ നോക്കൂ, മറ്റുള്ള ആൾക്കാരെ പറ്റി നോക്കൂ. സജി ചെറിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, ശ്രീ സുധാകരൻ പോയി കഴിഞ്ഞാൽ ആലപ്പുഴയിലെ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാ പറഞ്ഞത്. ഇവരെല്ലാം തന്നെ ഇദ്ദേഹത്തിനെ അനുനയിപ്പിക്കണമെന്നുള്ള അഭിപ്രായം ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നയാളാണ്. ശ്രീ MM മണി പ്രതികരിച്ചിരിക്കുന്നത് നോക്കൂ. അദ്ദേഹവും മുതിർന്നൊരു നേതാവാണല്ലോ. പോകുന്നവൻ പോക്ക. അദ്ദേഹം പറയാം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു കോപ്പുമില്ല. ഇങ്ങനെയാ പറയുന്നത്. സുധാകരൻ വെറും ഷൂ, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇടുക്കിയിലെ ഷൂ എന്നുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് മണിയോട്. അതെ, നോക്കൂ, അതിൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ പാർട്ടിക്ക് വേണ്ടി എല്ലാം നൽകിയിരിക്കുന്ന ആൾക്കാരിൽ EMS-ഉം സുന്ദരയ്യയും മാത്രമേ ഉള്ളൂ, മറ്റുള്ള ആൾക്കാരൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരാൾ അഴിമതിരഹിതനായിട്ടുള്ള ഒരു മന്ത്രിയാണ്. അതായത് ഡിസിഷൻ മേക്കറായിട്ട് ഇരിക്കുകയും ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി പോവുകയും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഇതിൻ്റെ ഒരു പ്രീകഴ്സറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. ശ്രീ MV ഗോവിന്ദൻ്റെ പ്രസ്താവന, പരിഹാസച്ചിരി. അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, പാർട്ടിക്കുള്ളിലെ അവഗണനയുണ്ട്, ചില ഭാരവാഹികളുടെ പെരുമാറ്റമുണ്ട്. ഇത് രണ്ടും തൻ്റെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചു. നമുക്കറിയാമല്ലോ, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അനുസ്മരണം നടക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് നടക്കുന്ന സമയത്ത് അതിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാതിരിക്കുന്നത് പ്രായം പരിഗണിച്ചിട്ടല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട എന്ന് പരിഗണിച്ചിട്ടല്ല, മറിച്ച് അദ്ദേഹം ഒഴിവാക്കപ്പെടുകയായിരുന്നു. എന്ത് കാര്യത്തിനത്? അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അനുസ്മരണത്തിൽ ശ്രീ ജി സുധാകരൻ വീടിനടുത്തുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ CPM-ന് എന്ത് നഷ്ടമാണ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സമയത്ത് പാർട്ടി നടപടി സ്വീകരിച്ചില്ല എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന കോറായിട്ടുള്ള ഒരു ഇഷ്യൂ ഇല്ലേ, ആ ഇഷ്യൂ എന്താ അഡ്രസ് ചെയ്യപ്പെടാത്തത്? ഒരു LC അംഗം അദ്ദേഹത്തിന്റെ പിതാവിനെ അവഹേളിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നടൻ ശ്രീ മമ്മൂട്ടിയെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചത് ആരാ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അപ്പോൾ ശ്രീ ജി സുധാകരനെ പോലെ 63 വർഷം പാർട്ടിയുടെ എല്ലാമായി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് ഈ കാര്യം പറയുന്ന സമയത്ത് അത് അന്വേഷിക്കണ്ടേ? ശ്രീ MA ബേബി പറഞ്ഞത് എന്താ, അദ്ദേഹത്തിനെ ആരെങ്കിലും അധിക്ഷേപിച്ചെങ്കിൽ അത് വ്യാജ അക്കൗണ്ടുകളിൽ നിന്നായിരിക്കുമെന്ന്. വ്യാജ അക്കൗണ്ടും ജെനുവിൻ അക്കൗണ്ടും എല്ലാം ചേർന്നിട്ട് ശ്രീ മമ്മൂട്ടിയെ ആക്ഷേപിച്ചപ്പോൾ
ഏതാനും മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനോട് പരസ്യമായിട്ട് ഖേദപ്രകടനം നടത്തുന്നതിന്. ഞാൻ പറഞ്ഞത് മമ്മൂട്ടി അർഹിക്കുന്നതിന്റെ 10-1 ശ്രീ ജി സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട്, അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം കൊണ്ട്, ഉണ്ടാക്കിയ സ്വീകാര്യത കൊണ്ട് അദ്ദേഹം അർഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം നോക്കൂ. അമ്പലപ്പുഴയിലെ ഭൂരിപക്ഷം കുറഞ്ഞു, അതിനെതിരെ അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണത്തിനെ കുറിച്ച് തന്നോട് വിശദീകരണം ചോദിക്കുന്ന സമയത്ത് എളവരം കരീമാണ് അതിന്റെ അന്വേഷണം നടത്തുന്നത്. 25 പേജുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് താൻ കൊടുത്തു. അതവർ വായിച്ചേ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന കൃത്യമായ ഗൂഢലക്ഷ്യത്തോടു കൂടി 22 ആരോപണങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് ഫൈനലി കൊണ്ടുവന്നിരിക്കുന്നു. കരീമിന്റെ റിപ്പോർട്ടിൽ തന്റെ വാദങ്ങൾ ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഈ കാര്യങ്ങളിൽ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴ ജില്ലയിലെ അംഗങ്ങൾ ഒഴികെയുള്ള ആരും തന്നെ പിന്തുണച്ചില്ല എന്നാണ്. മറ്റുള്ള പല ആൾക്കാരും നിശബ്ദരായിരുന്നു എന്നാണ്. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ശ്രീ സുധാകരൻ കൊടുത്തിരിക്കുന്ന വിശദീകരണം പരിഗണിച്ചോ ഇല്ലയോ? ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അന്വേഷിക്കേണ്ടതല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെതിരെ ചീത്തവിളിയും മറ്റു കാര്യങ്ങളും നടത്തുക, അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക എന്ന് പറയുന്ന ഏറ്റവും സാമാന്യ മര്യാദ അതെന്തായാലും പാർട്ടി ചെയ്തിട്ടില്ല. അതാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കിയത്. അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ അമ്പലപ്പുഴയിൽ ഇപ്പോൾ എച്ച് സലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണല്ലോ. പക്ഷേ എച്ച് സലാമിന് കിട്ടിയ ഭൂരിപക്ഷം നിങ്ങൾ നോക്കൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ അതാരും കേട്ടതായി ഭാവിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. ശ്രീ CK ഷാക്കിർ, UDF എന്തായാലും പിന്തുണയ്ക്കുവാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് പിന്തുണച്ചാലും. കാരണം പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചു എന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. പാർട്ടിയെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ മുതിർന്ന നേതൃത്വത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നേരെ ഈ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ആളുകളല്ല, അതിനേക്കാൾ താഴെയുള്ള ആളുകൾ നടത്തിയ അധിക്ഷേപങ്ങൾ, പാർട്ടിയുടെ ഉയർന്ന കമ്മിറ്റിയിലുള്ളവർ പ്രതികരിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പരാതി. അദ്ദേഹത്തിനെ സുധാകുരൻ എന്ന് വിളിച്ചിട്ട് പോലും ആരും ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായി മാറുമല്ലോ. അപ്പോൾ ഇതുകൂടി ചിന്തിച്ചുള്ള ഒരു നിലപാടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്നും UDF നിന്നും ഉണ്ടാകാൻ പാടുള്ളൂ. സഖാവ് MP ഗോവിന്ദന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം ജി സുധാകരനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചതായി സുധാകരൻ പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാരല്ല. ഒരു പരിഗണനയും അർഹിക്കുന്നില്ല, പരിഗണിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് പുച്ഛഭാവത്തോടെ സംസാരിച്ചതിൻ്റെ പ്രതികരണമായിട്ടാണ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.